ക്യുബോട്ട് എന്ന ബ്രാൻഡിന്റെ ക്യുബോട്ട് കിങ്കോങ് എക്സ് പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യുബോട്ട് കിങ്കോങ് എക്സ് പ്രോ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 10,200 mAh ബാറ്ററി വരുന്നുണ്ട്. അപ്പം വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പൊതുവേ നമ്മൾ 6,000 mAh ബാറ്ററിക്ക് മുകളിലുണ്ടെങ്കിൽ തന്നെ മികച്ച ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് 10,200 mAh ബാറ്ററിക്ക് ഇതിൽ വരുന്നത്. പിന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ച ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷൻ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ IP68 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം മികച്ചൊരു IP റേറ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റന്റുമാണ്. ഇനി പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 8200 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 27,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് തരക്കില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബേസ് വേരിയന്റിൽ തന്നെ 24 GB റാം ഒക്കെ വരുന്നുണ്ട്. ഇത് കൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 24 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ടോട്ടലായിട്ട് 48 GB റാം വരുന്നുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ബേസ് വേരിയന്റിൽ തന്നെ 256 GB ഇന്റേണലൊക്കെ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു ഫോണിൽ എടുത്തു വരേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ ബാക്കിൽ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ 2 ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോണാണ് ഇത്. അപ്പം അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ ഫോണിന്റെ പിന്നിൽ 100 MP ക്യാമറ സെൻസറാണ് വരുന്നത്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫ്രണ്ടിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷേ ഇതിൽ LCD പാനലേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഈ ഒരു 27,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇവിടെ മിസ്സിംഗ് ആണ്. ഇപ്പോൾ സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ടെങ്കിലും മെയിൻ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ചില ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്. പിന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടില്ല. പഞ്ചോൾ ഡിസൈനാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. 144 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി ഡിസ്പ്ലേ ഉണ്ടെങ്കിലും മെയിൻ ഡിസ്പ്ലേ കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ഈ ഫോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 27,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ട് എന്ന് വെച്ചാൽ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സെക്കൻഡറി ഡിസ്പ്ലേ, മികച്ച ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ മികച്ച ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. തിരക്കില്ലാത്ത പ്രോസസ്സറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഫോണിന്റെ മെയിൻ ഡിസ്പ്ലേ അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ടെങ്കിലും ചില ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ക്യുബോട്ട് എന്ന ബ്രാൻഡിന്റെ ക്യുബോട്ട് കിങ്കോങ് എക്സ് പ്രോ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.